അടുത്തതായി ടൈപ്സ് ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന് 3 തരത്തിലുണ്ടെന്നാണ് പല സയൻറ്റിസ്റ്റുകളും. സോ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകൾ റെപ്ലിക്കേഷന് പല മോഡലുകളാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 മോഡലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസർവേറ്റീവ്, ഡിസ്പേഴ്സീവ്, സെമി കൺസർവേറ്റീവ്. കൺസർവേറ്റീവ്, ഡിസ്പേഴ്സീവ് ആൻഡ് സെമി കൺസർവേറ്റീവ്. അതിൽ കൺസർവേറ്റീവ് ആ പറയണയിൽ തന്നെയുണ്ട്. അങ്ങനെ തന്നെ പാരൻ്റൽ സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതുപോലെ തന്നെ കൺസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. സോ കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് DNA മോളിക്യൂൾ ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. സോ DNAയുടെ ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലെ ആ 2 സ്ട്രാൻഡും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 2 സ്ട്രാൻഡും എന്തായിട്ട് മാറണു? കംപ്ലീറ്റ് DNA മോളിക്യൂൾ ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. സോ ആ 2 സ്ട്രാൻഡിൽ നിന്ന് തന്നെയാണ് പുതിയ 2 സ്ട്രാൻഡ് വരുന്നത്. അതാണ്, അതായത് സെപ്പറേറ്റഡ് ആവണ കാര്യമൊന്നും പറയണില്ല. ആ 2 സ്ട്രാൻഡും ഒരുമിച്ച് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് പുതിയ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുന്നു എന്നാണ് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. രണ്ടാമത്തത് വേറെ കുറച്ച് സയൻറ്റിസ്റ്റ് പറയുന്നത് ഡിസ്പേഴ്സീവ് മോഡിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, DNAയുടെ കോപ്പി ഉണ്ടാവുന്നത്. ഡിസ്പേഴ്സീവ് മെത്തേഡുകാർ പറയണത് ന്യൂ DNA സിന്തസൈസ്ഡ് ഇൻ ഷോർട്ട് പീസസ്. പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ എവിടേക്കായിട്ട് ഷോർട്ട് പീസസ് ഓഫ് പുതിയ DNA സ്ട്രാൻഡുകൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡബിൾ സ്റ്റാൻഡ് DNAയുടെ അതിൽ നിന്ന് പുതിയ കോപ്പി ഉണ്ടാകുമ്പോൾ ആ പുതിയ കോപ്പി നോക്കുമ്പോൾ കുറച്ച് പാരൻ്റൽ സ്ട്രാൻഡ്, കുറച്ച് പുതിയത്, പിന്നെയും കുറച്ച് പാരൻ്റൽ പുതിയ. സോ പാരൻ്റൽ സ്ട്രാൻഡിൻ്റെ ഒരറ്റത്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു എൻഡിൽ സോ കുറച്ച് പാരൻ്റൽ സ്ട്രാൻഡ് പുതിയത്, കുറച്ച് പാരൻ്റൽ സ്ട്രാൻഡ് പുതിയ, അങ്ങനെ ഡിസ്പേഴ്സീവായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പഴയതും പുതിയതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കാണുന്നതാണ് ഡിസ്പേഴ്സീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതും അധികമായിട്ട് ആക്സെപ്റ്റ് ചെയ്തില്ല. ഈ 2 മെത്തേഡും അധികം ആക്സെപ്റ്റ് ചെയ്തില്ല. എന്നാൽ യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്ത DNA റെപ്ലിക്കേഷൻ മോഡലാണ് സെമി കൺസർവേറ്റീവ് മോഡൽ. എല്ലാവർക്കും ആ വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്ത സെമി കൺസർവേറ്റീവ് മോഡലാണ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തത്. എങ്ങനെയാണ് സെമി കൺസർവേറ്റീവ് നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഓരോ സ്ട്രാൻഡ് ഓഫ് DNAയുടെ ഓരോ സ്ട്രാൻഡും, ആ ഡബിൾ സ്റ്റാൻഡിലെ ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. 2 സ്ട്രാൻഡും സെപ്പറേറ്റഡ് ആയി, ആ 2 സെപ്പറേറ്റഡ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. കൺസർവേറ്റീവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ ഡബിൾ സ്ട്രാൻഡഡ് എങ്ങനെയാണോ അതിൽ നിന്ന് 2 കോപ്പി വീണ്ടും. ഇതങ്ങനെയല്ല, അതിൽ ഓരോ സ്ട്രാൻഡും സെപ്പറേറ്റഡ് ആയി, അതിൽ ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിൽ നിന്ന് പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. സോ 1 സ്ട്രാൻഡ് ഓഫ് പാരൻ്റ് DNA മോളിക്യൂൾ, അപ്പോൾ DNA റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഒരെണ്ണം പാരൻ്റൽ DNA മോളിക്യൂൾ ഉണ്ടാവും, അതെപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. സോ ആ 2 സ്ട്രാൻഡിൽ ഒരെണ്ണം പാരൻ്റലും ഒരെണ്ണം ഡോട്ടർ സ്ട്രാൻഡും ആയിരിക്കും. സോ പാരൻ്റൽ സ്ട്രാൻഡ് അങ്ങനെ തന്നെ 1 സ്ട്രാൻഡ് ഓഫ് പാരൻ്റൽ DNA മോളിക്യൂൾ കൺസേർവ് ചെയ്യുന്നു. ഒരു സ്ട്രാൻഡ് മാത്രം കൺസേർവ് ചെയ്യുന്നതുകൊണ്ട് സെമി കൺസർവേറ്റീവ്. ഇൻ ഡോട്ടർ സ്ട്രാൻഡ്, ഒരു ഡോട്ടർ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡോട്ടർ ഇതിലേക്ക് കഴിഞ്ഞാൽ ഒരെണ്ണം പുതിയത് സിന്തസൈസ് ചെയ്ത് ഒരെണ്ണം പാരൻ്റൽ സ്ട്രാൻഡ്. സോ ഡോട്ടർ സ്ട്രാൻഡിൽ ഒരെണ്ണം എപ്പോഴും പാരൻ്റൽ സ്ട്രാൻഡ് എന്തായിട്ട് കൺസേർവ് ചെയ്തിരിക്കുന്നു. സോ ഒരു സ്ട്രാൻഡ് മാത്രം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സെമി കൺസർവേറ്റീവ് DNA മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. ഇതാണ് കൂടുതലായിട്ടും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്ത സെമി കൺസർവേറ്റീവ് സ്കീം ഓഫ് DNA റെപ്ലിക്കേഷൻ.